തലസ്ഥാനത്തെ പ്രധാന വാർത്ത പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുടുംബം ഉയർത്തുന്ന ആശങ്ക തന്നെയാണ്. സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും വൈകുന്നതിൽ വലിയ അതൃപ്തിയാണ് കുടുംബത്തിലുള്ളത്. എന്നാൽ തന്റെ മകന്റെ മരണത്തിന് പിന്നിൽ SFIയിലെ ഉന്നത നേതാക്കൾക്കും പങ്കുണ്ടെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ്. CBI അന്വേഷണം തിടുക്കപ്പെട്ട് പ്രഖ്യാപിച്ചതിന് പിന്നിലെ ചതി വൈകിയാണ് മനസ്സിലായതെന്നും ജയപ്രകാശ് പറഞ്ഞു. ജനം ഡിബേറ്റിലാണ് ജയപ്രകാശിന്റെ വെളിപ്പെടുത്തലുണ്ടായത്. അതേസമയം ഇതിനാണ് ജസ്ന തിരോധാന കേസിൽ CBI റിപ്പോർട്ടിനെതിരായ ജസ്നയുടെ അച്ഛന്റെ ഹർജി ഇന്ന് കോടതിയിൽ എത്തുമെന്നത്. ഹർജി തിരുവനന്തപുരം CJM കോടതിയാണ് പരിഗണിക്കുന്നത്. ഹർജിയിൽ CBI ഇന്ന് വിശദീകരണം തേടും. വിവരവുമായി അഖിൽ പാലോട്ടുമടമാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. അഖിൽ, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ വിമർശനമാണ്. അച്ഛൻ ജയപ്രകാശ് കഴിഞ്ഞ ദിവസം ജനം ഡിബേറ്റിലാണ് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ. SFI നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയതൊപ്പം CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അത് വൈകിപ്പിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും നിശിതമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം തന്നെ ജയപ്രകാശ് നടത്തിയത്. ഇനിയും സമരമാർഗവുമായി അതിശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനവും, അല്ലേ? എന്തായാലും ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ സ്വന്തം മക്കൾക്ക് വേണ്ടി നീതി തേടി എത്തുന്ന രണ്ട് കുടുംബത്തിന്റെ വാർത്തയാണ് തലസ്ഥാന നഗരിൽ നിന്നും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മരണത്തെ പോലും മരിക്കുന്ന സമയത്ത് പോലും അതീവ ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്ന പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ സർക്കാരിനെതിരെ വലിയ വിമർശനവുമായി തന്നെ രംഗത്തെത്തുന്നതാണ് ഏറ്റവും അതിൽ പ്രധാനമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് അടിയന്തരമായി മുഖ്യമന്ത്രി സർക്കാരുമൊക്കെ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ CBI അന്വേഷണത്തിനുള്ള സർക്കാരിന്റെ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്, അത് അംഗീകാരം നൽകുന്നതും അത് വലിയ തോതിൽ തന്നെ കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ അതിനെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ വലിയ ആശ്ചര്യത്തോടെയാണ് കുടുംബം നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ജനം TVയുടെ ചർച്ചയിൽ ജനം ഡിബേറ്റിൽ തന്നെ പങ്കെടുക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞത് SFIയുടെ ഉന്നത നേതാക്കൾ പോലും ഈ മരണത്തിന്റെ ഭാഗമായി നിന്നിരുന്നു, ഈ മരണത്തിന്റെ ഭാഗമായി അവർക്ക് തന്നെ അറിയാമായിരുന്നു എന്നതാണ് ജയപ്രകാശ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു അതിവേഗമായ ഒരു അന്വേഷണത്തിന് വേണ്ടി സർക്കാർ ഉത്തരവിടുന്നത് എന്നതായിരുന്നു ജയപ്രകാശ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ വീണ്ടും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സിദ്ധാർത്ഥന്റെ മരണം വലിയ തോതിലാണ് കുടുംബ മനസ്സുകളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയത്. സർവകലാശാലകളിൽ, അതായത് വീട് വിട്ടു മാറി മറ്റു ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ പോകുന്ന തൻ്റെ മക്കളെ ഓർത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക രക്ഷിതാക്കളുടെ മുമ്പിൽ ഉയർത്തിയ ഒരു സംഭവമായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ സർക്കാരിനെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സർക്കാർ അതിവേഗം CBI അന്വേഷണം എന്ന ഒരു കച്ചിത്തുരുമ്പിലേക്ക് കയറിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJPയുടെ തിരുവനന്തപുരത്തെ NDAയുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനെ പോലും നേരിട്ടെത്തിക്കണ്ട് ജയപ്രകാശിന്റെ ഈ സിദ്ധാർത്ഥന്റെ കുടുംബം കുറച്ചുകൂടി നീതി കിട്ടാൻ കുറച്ചുകൂടി വേണ്ട ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ വീട്ടിലെത്തി കാണുന്നുണ്ട്. അങ്ങനെ പൊതുനിരത്തിലേക്ക് ഒരു സമരവുമായി, സ്വന്തം മകന്റെ നീതി തേടിയുള്ള ഒരു സമരവുമായി വീണ്ടും ഒരു കുടുംബം ഇറങ്ങുന്ന നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ് സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഇടിമുറിയിൽ മരണപ്പെട്ട ഈ ജിഷ്ണു പ്രണോയെ പോലുള്ള വിദ്യാർത്ഥികളുടെ നീതി തേടി മഹിജ എന്ന ജിഷ്ണുവിന്റെ അമ്മ തിരുവനന്തപുരത്തേക്ക് വലിയ സമരവുമായി എത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. വീണ്ടും സ്വന്തം മകനെ പഠിച്ചു വളർത്തിയെടുക്കാൻ വേണ്ടി മറ്റൊരു ക്യാമ്പസിലേക്ക് അയക്കുമ്പോൾ അവിടെ ജീവൻ നഷ്ടപ്പെട്ട ആ മകന്റെ നീതി തേടി വീണ്ടും ഒരു കുടുംബം തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ വേദനയോടെ കാണേണ്ടി തന്നെ വരുന്നുണ്ട് KP എന്നതാണ് നമുക്കിതിൽ പറയാൻ സാധിക്കുന്നത്. വലിയ ഗുരുതരമായ ആരോപണം സിദ്ധാർത്ഥന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനം SFIയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് ഇതിൽ കാര്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ആ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം, പൂക്കോട് സർവകലാശാല ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം SFIയുടെ ഒരു ഭരണത്തിനു കീഴിലാണ്, SFIയുടെ ഭരണത്തിനു കീഴിലാണ് ആ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നേരിട്ട് തന്നെ സർവകലാശാല ആയതുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ഒരു സബ് കമ്മിറ്റിയാണ് ആ ക്യാമ്പസിന്റെ ഭരണം നടത്തുന്നത്. അതായത് ജില്ലാ സെൻട്രലിൽ നിന്ന് നേരിട്ടും സംസ്ഥാന സെൻട്രലിൽ നിന്നും, അതായത് വെറ്ററിനറി സർവകലാശാലയുടെ SFIയുടെ സംസ്ഥാന സെൻട്രലിൽ നിന്നുമുള്ള ഒരു സബ് കമ്മിറ്റിയാണ് ആ ക്യാമ്പസിനകത്ത് ഭരണം
പഠനം നടത്തുന്നത്. അപ്പോൾ ആ ക്യാമ്പസിനകത്ത് നടക്കുന്ന ചെറിയ വിഷയങ്ങൾ പോലും ആ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം എസ്എഫ്ഐയുടെ ജില്ലാ നേതൃത്വത്തിനും എസ്എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ നടക്കുന്നതെന്ന് എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷയുടെയും സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെയും ഒക്കെ തന്നെ വാദങ്ങൾ വന്നിരുന്നു എങ്കിൽ പോലും ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് അവർ അറിഞ്ഞിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CBI അന്വേഷണത്തിൽ പോലും സർക്കാർ നടത്തുന്ന ഈ ഇരട്ടത്താപ്പ് ഒളിച്ചുകളിയൊക്കെ തന്നെ നിരത്തിലിറങ്ങി സമരത്തിലേക്ക് സ്വന്തം മകന്റെ നീതി തേടി സിദ്ധാർത്ഥന്റെ കുടുംബം എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്.